മറ്റൊരു വാർത്ത ഈ വാഹന പരിശോധനയ്ക്ക് ഗതാഗത വകുപ്പും ഒപ്പം പോലീസും മാർഗനിർദ്ദേശങ്ങൾ ഇറക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പാലിക്കാതെ സർക്കാർ. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും ഗതാഗത വകുപ്പ് തുടർ നടപടികൾ എടുത്തിട്ടില്ല. വാഹന പരിശോധന സുരക്ഷിതമായി നടത്തുന്നത് സംബന്ധിച്ച് പോലീസ് ഗതാഗത വകുപ്പ് അധികൃതർ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് 2021 നവംബറിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ ആഭ്യന്തര ഗതാഗത സെക്രട്ടറിമാർ 2 മാസത്തിനുള്ളിൽ കമ്മീഷനിൽ സമർപ്പിക്കണമെന്നും ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയിരുന്നു. 2021 നവംബർ 5-ന് കോഴിക്കോട് ചെലവൂർ ഗോപിക ഹോട്ടലിന് സമീപം വളവിൽ മറഞ്ഞുനിന്ന് ട്രാഫിക് പോലീസ് വാഹനങ്ങൾ കൈകാണിച്ചതിനെതിരെ സമർപ്പിച്ച പരാതിയിലായിരുന്നു ഉത്തരവ്. എന്നാൽ ഗതാഗത വകുപ്പ് സൗകര്യപൂർവ്വം ഉത്തരവ് അട്ടിമറിച്ചു. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയിൽ നടപടിയെടുക്കുകയും ഗതാഗത വകുപ്പ് സെക്രട്ടറിനോടും ആഭ്യന്തര സെക്രട്ടറിനോടും ഇത്തരം പരിശോധനകൾ ഒഴിവാക്കണമെന്നും പരിശോധനകൾക്ക് ഒരു നിബന്ധനകളോ അതല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭീതിയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കണം, പരിശോധിക്കണം, അതുവേണ്ട നിർദ്ദേശങ്ങൾ നൽകണം എന്നൊക്കെ ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. പക്ഷെ അതിലൊന്നും കാര്യമായിട്ട് നടപടികൾ വരുന്നില്ല. ഇരുചക്ര വാഹനത്തിലെത്തിയ ഇരുമ്പനം സ്വദേശി മനോഹരൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് വാഹന പരിശോധനയ്ക്ക് പിന്നാലെയാണ്. വളവുകളിലും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലും വാഹന പരിശോധന ഒഴിവാക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ഗതാഗത വകുപ്പ് വില കൽപ്പിക്കാത്തതിന്റെ ഇരയാണ് മനോഹരനെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്.